ഇനി നമുക്ക് ക്ലെൻസിങ് മിൽക്ക് കൊണ്ട് എങ്ങനെ ഫേസ് വൃത്തിയാക്കാം, ക്ലെൻസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ആവശ്യത്തിനുള്ള ക്ലെൻസിങ് മിൽക്ക് എടുക്കുക. ഇത് മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം വിരലുകളുടെ അഗ്രം ഉപയോഗിച്ച് വൃത്താകൃതിയിൽ ചലിപ്പിക്കുക. വൃത്താകൃതിയിൽ ചലിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിച്ച് ചലിപ്പിച്ച് വൃത്താകൃതിയിൽ ചലിപ്പിച്ച് ചലിപ്പിച്ച് കൊണ്ടുവരിക. അടിയിൽ നിന്ന് മുകളിലേക്കോ മുകളിൽ നിന്ന് അടിയിലേക്കോ ആവാം. അതല്ലെങ്കിൽ സൈഡിൽ നിന്ന് പിന്നെ തണ്ടിൽ നിന്ന് സൈഡ് ഭാഗത്തേക്കോ ഫേസിന്റെ സൈഡ് ഭാഗത്തേക്കോ ചെവിയുടെ ഭാഗത്തിലേക്കോ എങ്ങോട്ടെങ്കിലും റൗണ്ട് റൗണ്ട് ആയി വിരലുകളുടെ അഗ്രം ഉപയോഗിച്ച് വൃത്താകൃതിയിൽ ചലിപ്പിച്ച് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ക്ലെൻസിങ് എങ്ങനെ പിന്നെ തുടച്ചെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ, ക്ലെൻസിങ് പഞ്ഞി, നല്ല കോട്ടൺ നനച്ച് പിഴിഞ്ഞ് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ എങ്ങോട്ടാണോ ക്ലെൻസിങ് മിൽക്ക് ഇട്ട് പിടിപ്പിച്ചത് എന്നുണ്ടെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് നമ്മൾ നനഞ്ഞ വെള്ളം പിഴിഞ്ഞ പഞ്ഞി കൊണ്ട് ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് തുടച്ച് വൃത്താകൃതിയിൽ തുടച്ചെടുക്കുക. അതാണ് ക്ലെൻസിങ് ചെയ്യുന്നതിന്റെ ഒരു രൂപം. അത് മുഖത്തിലും കഴുത്തിലും ഇട്ടതിന് ശേഷം വൃത്തിയാക്കുക. ഏത് ക്ലെൻസിങ്ങും ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? മുഖത്ത് ടോണർ അപ്ലൈ ചെയ്യണം. എന്നാൽ മാത്രമേ തുറന്ന പോസുകൾ മിനിമൈസിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ.